കോട്ടയത്തെ പവർഫുൾ ലീഡറാണ് സുജിത് സാറ്. റോയൽറ്റി അച്ചീവർ ആണ്. എന്താ പറയണ്ടേ, നമുക്കൊരു നിധി കിട്ടിയ പോലെയാണ് ഈ പ്രസ്ഥാനം. സുജിത് സാറ് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും താമസിക്കുമായിരുന്നു. എന്തൊക്കെ ആയാലും നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വരും. സുജിത് സാറിലൂടെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും താമസിക്കുമായിരുന്നു ഈ പ്രസ്ഥാനത്തിൽ വരെ. പക്ഷേ സുജിത് സാറിനെ ഓർക്കാതെ എനിക്ക് പ്രോഗ്രാം തുടങ്ങാൻ പറ്റില്ല. ആ, പിന്നെ പറയാനുള്ളത്, ഇപ്പൊ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ, അതിനെക്കുറിച്ച് RCM ഫാമിലി എന്നാ നമ്മൾ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ. RCM ഫാമിലിയിലേക്ക് സ്വാഗതം. അത് നമ്മളൊന്ന് RCMനെ അടുത്ത് അറിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്താണ് RCM ഫാമിലി എന്നുള്ളത്. എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് സ്വന്തം ഫാമിലിയെക്കാട്ടിലും ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറും നമുക്ക് ഈ പ്രസ്ഥാനം എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ. നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിലെന്റെ സ്വന്തം കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അനുഭവം ഉണ്ടായത്, അതായത് എനിക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യം സാധാരണ നമ്മൾ വിളിച്ചു പറയുന്നത് നമ്മുടെ ബന്ധുക്കളോടും അയൽവാസികളോടും വേണ്ടപ്പെട്ടവരോടും കാരണവന്മാരോടും ഒക്കെയാണ്. ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞത് ഡോക്ടർ രാജൻ സാറിനോടാണ്. അപ്പം ആദ്യമേ എന്റെ കുട്ടിയെ കാണാൻ വന്നത് അർജുൻ സാറാണ്. അതാണ് എന്റെ ജീവിതത്തിൽ ഈ RCM ഫാമിലി. നമ്മൾ ആദ്യം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഞാൻ RCMനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജൻ സാറിനെ വിളിച്ചു പറഞ്ഞു. രാജൻ സാറിനെ അനുഗ്രഹിച്ചു. ഇപ്പോഴും വേണ്ട രീതിയിലുള്ള പരിചരണം സാറ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. നിർദ്ദേശങ്ങളും എന്തൊക്കെയാണോ അതെല്ലാം സാറ് തന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഗ്രേറ്റ് ലീഡേഴ്സ്, നമ്മുടെ വേണ്ടപ്പെട്ട എന്താ പറയണ്ടേ, ഈ പ്രസ്ഥാനം നമ്മുടെ കൈകളിലേക്ക് വെച്ച് തന്ന TC ചാബ്രാജി. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇനി വരും കാലത്ത് പത്മശ്രീ കിട്ടാൻ പോകുന്ന, വെറുതെ അല്ല, പത്മശ്രീ കിട്ടാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ് TC ചാബ്രാജി. ലോക അത്ഭുതങ്ങളിൽ 8ാമത്തെ അത്ഭുതമായി RCM ഇനി വരും കാലത്ത് നിലകൊള്ളുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഈ ഒരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ RCM ഇല്ല എന്ന് വേണം പറയാൻ. അതുപോലൊരു വിഷണറി മാൻ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പ്രോഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോഴും പാട്ടൊക്കെ കേൾക്കുമ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. സെക്കൻഡ് ഗാന്ധി എന്നാണ് പറയുന്നത് നോർത്തിലൊക്കെ. സെക്കൻഡ് ഗാന്ധി തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ പോസിറ്റീവ് എനർജി നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ വിഷൻ, അത് തന്നെയാണ് RCMന്റെ ലക്ഷ്യങ്ങളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അദ്ദേഹം വെച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ ഹെൽത്ത്, ഇത് 2000 ആണ്ടില് അദ്ദേഹം എഴുതി വെച്ച ഒരു ഇതാണ്. ഓർത്തു നോക്കണം, 2000-ല് ഹെൽത്തിന് യാതൊരു പ്രാധാന്യം മനുഷ്യർ കൊടുക്കാതെ ആശുപത്രികളൊക്കെ കുറവായിരുന്നു അന്നത്തെ കാലത്ത്, 2000 ആണ്ടില്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിഷൻ വെച്ച അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളാണ് RCMന്റെ ലക്ഷ്യങ്ങൾ. ഹെൽത്താണ് ആദ്യത്തെ ലക്ഷ്യം. സെൽഫ് ഡിപ്പെൻഡൻസി, സ്വയം പര്യാപ്തത, ഒരു മനുഷ്യനെ സ്വയം പര്യാപ്തനാക്കുക. വുമൺ എംപവർമെന്റ്, അതായത് ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും പറയുന്ന വുമൺ എംപവർമെന്റ് 2000 ആണ്ടില് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, ഒരു മനുഷ്യൻ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ജീവിക്കണം, സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, എന്തൊക്കെ കഴിക്കണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള വ്യക്തിത്വത്തിന് ഉടമയാക്കി തീർക്കുക. അതാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. നമുക്ക് ഇന്നത്തെ സ്കൂൾ സിസ്റ്റങ്ങളിൽ നിന്നും പഠന സിസ്റ്റങ്ങളിൽ നിന്നും കിട്ടാത്ത ഒരു എഡ്യൂക്കേഷൻ ആണ് നമുക്ക് ഗുരുകുൽ പോലെയുള്ള നമ്മുടെ എല്ലാ ക്ലാസ്സുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. കണ്ടാമിനേഷൻ ഓഫ് ഫയർ ക്രാക്കേഴ്സ്, പടക്കം വെടിക്കെട്ട് നിരോധിക്കുക. അത് നമ്മുടെ കുറച്ചു നേരത്തേക്കുള്ള നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഈ പ്രകൃതിയെ നശിപ്പിച്ച് കളയുന്ന എന്തിനാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ വിഷനാണ് നമ്മുടെ ഈ കണ്ടാമിനേഷൻ ഓഫ് പടക്കം വെടിക്കെട്ട് നിരോധിക്കുക എന്നുള്ളത്. പിന്നെ പ്രിസർവിങ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി, കുപ്പിയിൽ വെള്ളം കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മുൻകൂട്ടി കണ്ടു ഇനി വരാൻ പോകുന്ന ഒരു യുദ്ധം ഉണ്ടെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടി ആയിരിക്കും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പ്രിസർവിങ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി. അത് ഇപ്പോൾ നമ്മുടെ ഏറ്റവും സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഡി അഡീഷൻ ആണ്. ലഹരി പദാർത്ഥങ്ങൾ, എവിടെ നോക്കിയാലും മയക്കുമരുന്ന്, ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. അതും അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഇത്തരം ലക്ഷ്യങ്ങളുണ്ട്. അതെല്ലാം നമ്മളൊന്ന് ഓരോന്നോരോന്ന് വെച്ച് പഠിച്ചാലും ഈ TCG ഇതെങ്ങനെ ആ സമയത്ത് ഇതെങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി? ഞാൻ പറയുന്നത് ബുദ്ധന് ബോധോദയം കിട്ടിയതുപോലെ അദ്ദേഹത്തിന് എന്തോ രാത്രിയിലോ എന്തോ ഒരു ഇത് കിട്ടിയതാണ്, ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയതാണ് ഈ പ്രസ്ഥാനമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ച ലക്ഷ്യങ്ങൾ ആണ് ഇതൊക്കെ. പിന്നെ അടുത്തത് പറയുകയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ്, പറയാതിരിക്കാൻ സാധിക്കില്ല. ദ കിങ് മേക്കർ, ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഗോപകുമാർ സാറ് ഒരു വട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ ചാടിക്കേറി, അടുത്ത വട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സ്റ്റെപ്പിലേക്ക് ചാടിക്കേറി പൊസിഷൻ. അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ, ഒരു അടുത്തിരുന്ന് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനോട് യാത്ര ചെയ്തിട്ടുണ്ട്, കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിനുസാറും അതുപോലെ തന്നെ ബിനുസാറിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൂർത്തി സാറിന്റെ കൂടെ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. രാജൻ സാറിന്റെ കൂടെ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഈ ഇത്രയും പേര് 3-4 പേരെ എടുത്തു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയണ്ടേ, എയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്തിനു വേണ്ടിയാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഉപ്പും മല്ലിയും മുളകും മഞ്ഞളും ഒക്കെ വിൽക്കാൻ വേണ്ടി ഇറങ്ങിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ചിന്തിക്കുന്ന മനുഷ്യർ ചിന്തിക്കണം. എന്തിനു വേണ്ടിയാണ് ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ആർമി ഉദ്യോഗസ്ഥരും ഇതിന് ഇറങ്ങിയത്? അവർ നമ്മുടെ ഭാരതത്തിനെ നിലനിർത്താൻ വേണ്ടി, നമ്മുടെ സമൂഹത്തിനെ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്ന കുറെ വ്യക്തിത്വങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുമാണ് നമ്മുടെ ഈ ലീഡേഴ്സ് ഇറങ്ങിയിട്ടുള്ളത്. ഡോക്ടർ രാജൻ സാർ, ഞാൻ പറഞ്ഞു, ഡോക്ടർ രാജൻ സാർ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ലീഡറാണ്. ഡോക്ടർ രാജൻ സാർ, ബിനു സാറ്, മൂർത്തി സാറ്, ഗോപകുമാർ സാറ്. അത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടത് എന്റെ മെന്റർ കൂടിയായ നോബൽ സാറ്, അർജുൻ സാറ് എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ഞാൻ എന്ത് വന്നാലും ചോദിക്കും അർജുൻ സാറിനോടും നോബൽ സാറിനോടും എന്താ ചെയ്യേണ്ടത്, അടുത്ത് എന്താ ചെയ്യേണ്ടത്. ഒരു മാസം കഴിയുമ്പോൾ ഞാൻ നോബൽ സാറിനോട് ചോദിക്കും, സാറേ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിക്കും. അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് ഗൈഡൻസ് തന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന അർജുൻ സാറും നോബൽ സാറും. പിന്നെ അടുത്ത എന്റെ സ്വന്തം ലീഡേഴ്സ്, എന്റെ കരങ്ങളിലേക്ക് RCM വെച്ച് തന്ന സുജിത് സാറിന് ഇത് എത്തിച്ചു കൊടുത്ത നമ്മുടെ ജോബി സാറ്, പിന്നെ എന്റെ സ്വന്തം അജി സാറ്, ഹരിത സഞ്ജീവനിയുടെ ലീഡറായിട്ടുള്ള, പെയിന്റിന്റെ ഒക്കെ കേരളത്തിലെ ലീഡറായിട്ടുള്ള എന്റെ സ്വന്തം ജിൻജാ സാറ്, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 5 നിർജ്ജരന്മാരിൽ വന്നിട്ടുള്ള സബിനു മേഡം, അജി സാറ്, ഇവരൊക്കെയാണ് എന്റെ ഗ്രേറ്റ് ലീഡേഴ്സ്. ഇതിൽ കുറെ പേരുണ്ട്, സുജിത് സാറ്, ഹേമന്ത് സാർ, ഇവരെല്ലാം ഓരോ പോയിന്റുകളും ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇട്ട് ചിന്തിച്ചുകൊണ്ടാണ് ഓരോ പ്രസന്റേഷനുകളും ഉണ്ടാക്കുന്നത്. കേരളത്തിലുള്ള എല്ലാ ലീഡേഴ്സിൽ നിന്നും ഓരോന്നോരോന്ന് പഠിക്കാനുണ്ട്. ഒരു ലീഡർ പറയുന്ന എല്ലാം സെയിം ആയിരിക്കും, പക്ഷെ അവർ പറയുന്നതിൽ വ്യത്യാസം കാണും. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത്, ഇത് ഏറ്റവും നമ്മൾ RCM നമുക്ക് ഏറ്റവും ചെയ്യാൻ പാടുള്ള കാര്യം, ഏറ്റവും കഠിനമായിട്ടുള്ള കാര്യമാണ് എന്താണ്? ചേഞ്ച് ദ ബ്രാൻഡ്, ചേഞ്ച് ദ ഷോപ്പ്. അതായത് നമ്മൾ ബ്രാൻഡ് മാറ്റുക, ഷോപ്പ് മാറ്റുക. ഇതാണ് ഏറ്റവും നമുക്ക് ടഫായിട്ടുള്ള, ഏറ്റവും കഠിനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക. അതാണ് നമുക്ക് ഇപ്പൊ ഇത്രയും നാളും 10-20 കൊല്ലമായിട്ട് മേടിച്ചുകൊണ്ടിരുന്ന ഷോപ്പ് ഒന്ന് മാറി, ആ ബ്രാൻഡ് ഒന്ന് മാറി, നമ്മൾ RCMന്റെ ഷോപ്പിൽ നിന്ന് വാങ്ങുക, RCMന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുക, RCM എന്ന ബ്രാൻഡിൽ നിന്നും വാങ്ങുക. അതാണ് നമ്മുടെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെ? നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ഇത്രയും കാലമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ്, ഞാൻ കമ്പനി പറയുന്നില്ല, ഒരു പേസ്റ്റ്, അത് മാറി ഒന്ന് വാങ്ങിക്കാൻ പറഞ്ഞാൽ ആൾക്കാർക്ക് പറ്റത്തില്ല. അത് അവൻ അഡിക്റ്റ് ആയി പോവുകയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ എന്താ പറയുക പാടെന്ന് പറയുന്നത്. RCM ചെയ്യാൻ ഏറ്റവും പാട് ഡയമണ്ട് ക്ലബോ അതല്ലാതെ നമ്മള് അച്ചീവ് ചെയ്യുന്നതോ, ഓരോ സ്റ്റെപ്പ് അച്ചീവ് ചെയ്യുന്നതോ, ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതോ ഒന്നുമല്ല. നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചവരുടെ ബ്രാൻഡ് മാറണം, നമ്മുടെ ബ്രാൻഡ് മാറണം, നമ്മൾ ഷോപ്പ് മാറണം. അത് മാത്രമേ ഇത് ചെയ്യാനുള്ളൂ. ഷോപ്പ് മാറുക, നമ്മൾ മാറുക, അവരെ കൊണ്ട് ബ്രാൻഡ് ഷോപ്പും മാറ്റിക്കുക. ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അടുത്തത് അഡ്വർടൈസ്മെന്റുകളിലൂടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ബ്രാൻഡ് നമ്മുടെ തലയിലേക്ക് അടിച്ച് കയറ്റി വെക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ മാർക്കറ്റിംഗ് പ്ലാൻ അത് കാണുന്നുണ്ട്. 10 രൂപയ്ക്ക് ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം, അല്ലെ, അത് നമ്മൾ ഫാക്ടറിയിലേക്ക് കമ്പനി കൊടുക്കും. പിന്നെ അതിന് തൊട്ട് മുകളിലുള്ള ഏജന്റ് 30 രൂപ എടുക്കും, അതിന് മുകളിലുള്ള ഏജന്റ് 25 രൂപ എടുക്കും, C&F ഏജന്റ് 20 രൂപ എടുക്കും, 15 രൂപ അടുത്ത ഏജന്റ് എടുക്കും. പിന്നെ അങ്ങനെ മാറി മാറി റീറ്റെയിലർ, ഹോൾസെയിലർ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ റീറ്റെയിലറിന് വെറും 3 രൂപയാണ് കിട്ടും. നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്ക് 30 രൂപ കിട്ടുന്നുണ്ട്. ഇങ്ങോട്ട് വരുംതോറും 25 രൂപ, 20 രൂപ, 15 രൂപ, 10 രൂപ, 7 രൂപ, 3 രൂപ, അങ്ങനെ 10 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം ഒരു കസ്റ്റമറുടെ കൈകളിൽ ലഭിക്കുമ്പോൾ 200 രൂപയാകും. നമ്മളപ്പോ ചിന്തിക്കും, ഇവിടം വരെ റീറ്റെയിലർ എത്തുന്നവരെ 200 രൂപ ആയില്ലല്ലോ, 120 രൂപയല്ലേ വന്നുള്ളൂ. അതെ, 120 രൂപ വന്നുള്ളൂ. ബാക്കി എവിടെ പോയി? ബാക്കി 120 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 80 രൂപയുണ്ട്. 80 രൂപ എവിടെ പോയെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ 80 രൂപയ്ക്കകത്ത് 30 രൂപ കമ്പനിക്കാരെടുക്കും. അവർക്ക് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അവരുടെ മെറ്റീരിയൽ കോസ്റ്റ്, അഡ്വർടൈസ്മെന്റ് എല്ലാത്തിനും കഴിഞ്ഞിട്ടാണ് ഈ 120 രൂപയിലേക്ക് വരുന്നത്. പിന്നെ ഒരു 30 രൂപ കമ്പനി എടുത്താലും പിന്നെ ഒരു 50 രൂപയുണ്ട്. അതെവിടെ പോയി? നമ്മൾ പിന്നെയും ചോദിക്കും. നമ്മൾ ചോദിക്കാറില്ല. നമ്മൾ പൊതുമാർക്കറ്റിൽ പോയാൽ ഇത് ചോദിക്കാറില്ല. ഉൽപ്പന്നങ്ങളൊക്കെ വാരിക്കൂട്ടി ബാസ്ക്കറ്റിൽ ഇടുക, പോവുക. ഇത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മുടെ കുറ്റമല്ല. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എന്താണ് നമ്മുടെ കുറ്റമല്ല. ഈ 50 രൂപ എവിടെ പോയി നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ മൈൻഡ് വേറെ എവിടെയാണ്, അത് ആര് കൊണ്ടുപോയി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ഉൽപ്പന്നം ഇറക്കുന്നതിന് മുമ്പേ കമ്പനി ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ,
കമ്പനി ഡയറക്റ്റ് ഈ ഏജന്റിന് കൊടുക്കുകയോ ഷോപ്പുകൾക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ആരെ ഏൽപ്പിക്കല്ല. ഈ കമ്പനി ഡയറക്റ്റ് കൊടുക്കുന്നത് ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിക്ക് കൊടുക്കും. അഡ്വർടൈസ്മെന്റ് കമ്പനി, പരസ്യ നിർമ്മാണ കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അവരാണ് തീരുമാനിക്കുന്നത് ഈ എന്താണ് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കവർ എങ്ങനെ ആയിരിക്കണം, അതിന്റെ കളർ എങ്ങനെയായിരിക്കണം, ആ അഡ്വർടൈസ്മെന്റിൽ അവരുടെ ലെറ്റേഴ്സ് എങ്ങനെ വരണം, ആ പരസ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ രീതിയിൽ ചെയ്യണം, അതൊരു ലേഡി വന്ന് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും, ഇപ്പം കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ലേഡീസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാകും, അങ്ങനെ ജെന്റ്സ് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാകും, അയാളെ എങ്ങനത്തെ കളർ വേണം, ആ ഓരോ ഓരോ എന്താ പറയണ്ടേ, നമ്മള് ചെറിയ ചില ട്യൂണുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആ ട്യൂണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരെ നിശ്ചയിച്ച് നമ്മൾ അത് കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോപ്പിലേക്ക് പോകുന്നത്. ഇതിനിടയ്ക്ക് ഇത് ഈ കമ്പനിക്കാർ ഇത്രയും സംഭവം ചെയ്തു കഴിഞ്ഞിട്ടാണ് ഏകദേശം കമ്പനി ഒരു ഫാക്ടറിയിൽ നിന്ന് ഒരു കസ്റ്റമറുടെ കയ്യിലേക്ക് ഒരു ഉൽപ്പന്നം വരണമെങ്കിൽ 15 കൈമറിഞ്ഞിട്ടാണ് വരുന്നത്. ഇത് അഡ്വർടൈസ്മെന്റിന്റെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും കൈമറിഞ്ഞിട്ടാണ് അഡ്വർടൈസ്മെന്റ് ഏജൻസി, പരസ്യ കമ്പനി അവരുടെ ഏജന്റുമാരെ കൊടുത്ത് അവർ പരസ്യം നിർമ്മിച്ച് എങ്ങനെയാണ് അതിന്റെ കളറ്, നിറം അതിന്റെ വർണ്ണം എല്ലാം, അതിന്റെ ആകൃതി എങ്ങനെയായിരിക്കണം എല്ലാം നിശ്ചയിക്കുന്നത് ഈ പരസ്യ കമ്പനികളാണ്. എന്നിട്ട് നമ്മൾ ഓടി പരസ്യം കണ്ട ഉടനെ നമ്മൾ ഷോപ്പിലേക്ക് പോകും. ഈ ഉൽപ്പന്നം ഉണ്ടോ എന്ന് ചോദിച്ച് അവിടെ ചെല്ലുമ്പോൾ കടക്കാരൻ പറയും ഈ സാധനം ഇവിടെ വന്നിട്ടില്ലെന്ന്. ആരാ? കമ്പനിക്കാർ ആദ്യം ഇറക്കുന്ന പരസ്യമാണ്. പരസ്യം കണ്ടാൽ മാത്രമേ ഉള്ളൂ ഇവൻ അതിൽ വീഴത്തുള്ളൂ. ഞാൻ പറഞ്ഞു കുറച്ചു മുമ്പ്, ഒരു പേസ്റ്റ് മാറി ഉപയോഗിക്കാൻ പറ്റത്തില്ല, ബ്രാൻഡ് മാറാൻ പറ്റത്തില്ല. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പരസ്യമാണ്. പരസ്യം മാറ്റിയാൽ മാത്രമേ, പരസ്യം നമ്മുടെ തലച്ചോറിൽ നിന്ന് എടുത്തു മാറ്റിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ RCM എന്ന പ്രസ്ഥാനത്തിൽ വിജയിക്കാൻ സാധിക്കൂ. പരസ്യം മാറ്റാതിരിക്കാൻ വേണ്ടി നമ്മുടെ കമ്പനികൾ ചെയ്യുന്ന പരിപാടിയാണ് ഇതുപോലെ നമ്മുടെ മൈൻഡിനെ ബ്രെയിൻ വാഷ് ചെയ്യും. അതിന്റെ കളറുകൾ, ഒരു കുട്ടി ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ, ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ അവൻ വാശി പിടിക്കും, എനിക്ക് ആ പ്രൊഡക്റ്റ് വേണം, അത് വേണം. ആ പാട്ട്, ഒരു മ്യൂസിക് ഉണ്ടെങ്കിൽ ആ മ്യൂസിക് കേട്ടിട്ട് പറയാം അവൻ എനിക്ക് വേണമെന്ന് പറഞ്ഞ വാശി പിടിക്കുന്നത് ഈ പരസ്യങ്ങളിലൂടെയാണ്. വലിയ വലിയ ഫിലിം സ്റ്റാർ വന്ന് അഭിനയിക്കുന്നു എല്ലാം. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം 50 രൂപയിൽ 40 രൂപയോളം കൊണ്ടുപോയത് പരസ്യക്കാരാണ്. 200 രൂപയുടെ ഉൽപ്പന്നത്തിനകത്ത് ഏകദേശം 40% മുകളിൽ കൊണ്ടുപോയത് പരസ്യക്കാരാണ് കൊണ്ടുപോയത്. അതിനുശേഷം എങ്ങനെയാണ് ഈ പരസ്യങ്ങൾ നമ്മളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അഡ്വർടൈസ്മെന്റ് എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്മുടെ മൈൻഡിനെ സ്വാധീനിക്കുന്നു, നമ്മുടെ സമയത്തിനെ സ്വാധീനിക്കുന്നു, നമ്മുടെ പണത്തിനെ സ്വാധീനിക്കുന്നു. ഈ കാര്യങ്ങൾ മൂന്നുമാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. പരസ്യങ്ങൾ എങ്ങനെയാണ് മൈൻഡിനെ സ്വാധീനിക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഒരു കളർ ഇപ്പൊ നമ്മള് ഞാനിപ്പോ പറയാം, ഒരു കളർ എന്താ പറയുക, ഒരു എനർജി ഡ്രിങ്കിന്റെ പരസ്യത്തിൽ നമ്മൾ ഒരു റെഡ് കളർ, സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ വന്ന് അഭിനയിക്കുന്നു. ഞാനൊന്നും പറയുന്നില്ല, ആ ഒരു സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരു കളർ വന്ന് കാണും അല്ലെ? ഈ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ആ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയ കളർ റെഡാണ് അല്ലെ? ആ റെഡ് കളറാണ് ഈ പറഞ്ഞ അഡ്വർടൈസ്മെന്റുകാർ അതിനുവേണ്ടി, അത് കമ്പനിയല്ല നിശ്ചയിച്ചത്, അഡ്വർടൈസ്മെന്റ് ഏജൻസിയാണ് ഈ കളർ നിശ്ചയിച്ചു കൊടുക്കുന്നത്. പിന്നെ ഗ്രാഫിക്സ് നമ്മൾ അതിന്റെ പരസ്യത്തിനകത്ത് കണ്ടു കാണും. ഒരു ബോൾ എറിയുന്നു, അടിക്കുന്നു. നമ്മൾ ഓരോന്നും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഇത് ആഴ്ന്നിറങ്ങുകയാണ്. അത് ആഴ്ന്നിറങ്ങി അവൻ ആ ഗ്രാഫിക്സിലും ഡിസൈനിങ്ങിലും എല്ലാം പെട്ട് അവൻ വേറൊരു ലോകത്തേക്ക് പോവാണ്. വലിയവരും കുട്ടികളെ പറയണ്ട, മുതിർന്നവരും അതുപോലെ തന്നെയാണ്. പേസ്റ്റിന്റെയോ എന്തെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസിന്റെയോ എന്തെങ്കിലും ഹോം അപ്ലയൻസിന്റെ എല്ലാം പരസ്യം കണ്ടു കഴിഞ്ഞാൽ അവർ അതിന് അഡിക്റ്റ് ആവും. പിന്നെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ചെറിയൊരു മ്യൂസിക്, പണ്ട് AR റഹ്മാൻ ഒരു മ്യൂസിക് എഴുതിയായിരുന്നു ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്. അത് ഏറ്റവും ഹിറ്റായിരുന്നു. അത് നമുക്കിപ്പം ഓർത്ത് വെക്കുമ്പോൾ ചിലവർക്കിപ്പം മനസ്സിലൂടെ പോയി കാണും. എയർടെല്ലിന്റെ ട്യൂൺ ഉണ്ടായിരുന്നു അല്ലെ? ആ ട്യൂൺ ഇപ്പൊ എല്ലാവരുടെയും മനസ്സിലൂടെ പോയി കാണും. AR റഹ്മാൻ എന്ന് പറയുമ്പോഴേക്ക് എയർടെൽ എന്നുള്ള ഒരു ഇത് വന്നു വരും, ഒരു റെഡ് കളറിൽ. എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റിനും കോംപ്ലാൻ പോയി ഓരോന്നിനും ഓരോ മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക് നമ്മളെ സ്വാധീനിക്കുന്നു. ആ കുട്ടി ആ പരസ്യം കണ്ടു കഴിഞ്ഞാൽ അവൻ ആ പാട്ട് പാടി നടക്കുന്നു. അവന്റെ കൂട്ടുകാർ ചോദിക്കുന്നു ഇത് എവിടെ നിന്ന് കിട്ടി, ഇങ്ങനെ പരസ്യത്തിൽ കണ്ടതാണെന്ന് പറയും. അവൻ പോയി ആ പാട്ട് അടുത്ത ദിവസം ആ പരസ്യം വരാൻ വേണ്ടിയിട്ട് TV നോക്കിയിരിക്കുന്നു. അങ്ങനെ നമ്മളെ ഈ മ്യൂസിക്കും കളറും ഗ്രാഫിക്സും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ബൂമിങ് നൽകുന്നു. ഗോപകുമാർ സാറിന്റെ വാക്കിൽ പറഞ്ഞു ബൂമിങ്. അത് ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കുന്ന പരിപാടിയാണ് ഗോപകുമാർ സാർ അങ്ങനെ പറയുന്നത്. ഒരു ബൂമിങ് മാത്രമാണ് ഇതിലൂടെ കിട്ടുന്നത്. പിന്നെ എന്താണ്? പിന്നെ ടൈം, TV മൂവി
നമ്മളെ ഒരു പുതിയ പടം ഇറങ്ങി കഴിഞ്ഞാൽ സാധാരണക്കാരൊരു വിഷു വരാൻ പോവാ, ക്രിസ്മസ് ഓണത്തിനൊക്കെ വന്ന് നമ്മൾ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നു പുതിയ സിനിമ കാണാൻ. 3 മണിക്കൂറുള്ള സിനിമ കണ്ട് തീരുമ്പോൾ 6 മണിക്കൂർ അതെവിടെ പോയി? ബാക്കി 3 മണിക്കൂർ 3 മണിക്കൂർ പരസ്യത്തിന് വേണ്ടി പോയി. നമ്മൾ പരസ്യം കാണാൻ വേണ്ടിയിട്ടാണോ ടിവിയുടെ മുമ്പിൽ ഇരുന്നത്? അല്ല. പിന്നെയും കണ്ട പരസ്യം തന്നെ ഇവർ റിപ്പീറ്റ് ആയിട്ട് കാണിക്കുന്നു. ഒരു ഇപ്പൊ ഒരാൾ പറയുന്നത് കട്ടപ്പ ബാഹുബലിനെ കുത്താൻ പോകുന്ന സീൻ വരുമ്പോൾ ഉടനെ പരസ്യം വരും. അതുവരെ നമ്മളിങ്ങനെ ഇരിക്കും ചാനൽ മാറ്റാതെ ആ പരസ്യം കണ്ടുകൊണ്ട്. നമ്മൾ പരസ്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ ആ ട്യൂണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ആ മ്യൂസിക് നമ്മുടെ ചെവികളിൽ കിട്ടും. കുട്ടികൾ ഇതിൽ നോക്കിയിരിക്കും. അപ്പോൾ നമ്മൾ ടി വി നോക്കിയിരിക്കുന്നത് പരസ്യം കാണാൻ വേണ്ടിയല്ല, ഈ പരസ്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു. നമ്മുടെ പ്രൈം ടൈം ആയിരിക്കും പോകുന്നത്. എങ്ങനെ? ഞാൻ ടൈമിന്റെ കാര്യം, പ്രൈം ടൈം കൊണ്ടുപോകും. ഈ സിനിമകളും സീരിയലുകളും എല്ലാം വരുന്നത് പ്രൈം ടൈമാണ്. 7 മണി തൊട്ടൊരു നമ്മൾ ജോലി ചെയ്യുന്നവരാണ്, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയം 7 മണി തൊട്ടൊരു 8 മണി 9 മണി വരെ ഈ പ്രൈം ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് പരസ്യങ്ങൾ വരും. നമ്മൾ അതിലിങ്ങനെ ഇരിക്കും. പരസ്യം കാണാൻ വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത്, സീരിയൽ കാണാൻ വേണ്ടി ഇരിക്കുന്നത്. പക്ഷെ ഈ പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവർ റിപ്പീറ്റ് പരസ്യം കാണിക്കുന്നത് എന്തിനാണ്? നമ്മുടെ മൈൻഡിനെ, നമ്മുടെ ബ്രെയിനിനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സോപ്പ് വെള്ളം ഇട്ട് കഴുകി നമ്മുടെ തലച്ചോറിനെ തിരിച്ചതിനകത്തോട്ട് വെക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഈ പരസ്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ ആർട്സ്, അതിനെക്കുറിച്ച് പറയും രമേശ് സാർ ഇപ്പൊ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു. നമ്മളൊരു ഫോൺ എടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 20 മണിക്കൂറും സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. സോഷ്യൽ മീഡിയക്ക് വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നിനും അല്ല ഇരിക്കുന്നത്. നമ്മൾ ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ഒരാളെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഫോൺ എടുക്കുന്നത്. ആ ഫോൺ എടുത്തു കഴിയുമ്പോഴായിരിക്കും, ഫോൺ എടുത്തിങ്ങനെ നോക്കി വെറുതെ സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പം ഒരു അഡ്വർടൈസ്മെന്റ് വരും. അത് ഒരു സിനിമയുടെ ഒരു ചെറിയ കട്ടിങ് ആയിരിക്കും. അതിങ്ങനെ വന്ന് നിൽക്കും. നമ്മൾ ആ സിനിമ തപ്പും. പിന്നെ യൂട്യൂബിനകത്ത് ആ സിനിമ കണ്ടു കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കും, ദൈവമേ ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഫോൺ എടുത്തത്. അങ്ങനെ നമ്മുടെ കുറെ മണിക്കൂർ പോകും. അങ്ങനെ നമ്മുടെ സമയത്തെ ഈ പരസ്യങ്ങൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തത് അഡ്വർടൈസ്മെന്റ്. അഡിഷൻ ആണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് ഇവര് നമ്മളെ അഡ്വർടൈസ്മെന്റിലൂടെ അഡിഷൻ ആക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രാൻഡിന് വേണ്ടിയിട്ടാണ് അഡിക്റ്റ് ആക്കുന്നത്. എങ്ങനെയാണ് ബ്രാൻഡിന് വേണ്ടി? എന്താണ് ബ്രാൻഡ്? ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാവോ? സുജിത് സാറും അർജുൻ സാറും നോബിൾ സാറും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യേണ്ട, അവരെ ഞാൻ കാണിച്ചതാണ്. ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിന് ചെറിയൊരു കമന്റ് ഒരു 2 പേര് ഇട്ടാൽ മതി. എന്താണ് ബ്രാൻഡ് എന്ന് പറയാമോ? ബ്രാൻഡ് എന്നുള്ള എന്നാണ് ഞാൻ തന്നെ പറഞ്ഞുതരാം. ബ്രാൻഡ് എന്ന് പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു കമ്പനിയുടെ ഉൽപ്പന്നം ഉപയോഗിക്കാൻ വേണ്ടി ഒരു വിഡ്ഢിയെ സൃഷ്ടിക്കുന്നതാണ് ബ്രാൻഡ്. ഇപ്പൊ ഏതേലും ഒരു ഷൂവിന്റെ ബ്രാൻഡ്, ഷർട്ടിന്റെ ബ്രാൻഡ്, ബെൽറ്റിന്റെ ബ്രാൻഡ്, പേസ്റ്റിന്റെ ബ്രാൻഡ്, ഇതൊക്കെ ബ്രാൻഡാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഒരു കമ്പനിയുടെ ഉൽപ്പന്നം ഉപയോഗിച്ച് അത് തീർത്ത് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിഡ്ഢിയെ സൃഷ്ടിക്കുന്നതാണ് ബ്രാൻഡ്. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞാണ്. ഞാനപ്പം അദ്ദേഹത്തിന്റെ ഒരു കോട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കമ്പനിയുടെ ഉൽപ്പന്നം വിറ്റ് പോകാൻ വേണ്ടിയിട്ടും കമ്പനിക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടും കമ്പനി സൃഷ്ടിക്കുന്നതാണ് ബ്രാൻഡ്. അതെല്ലാവരും ആദ്യം പഠിച്ചു വെക്കണം. ഈ ബ്രാൻഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ ഈ ബ്രാൻഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ ബ്രാൻഡ് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കഴിയുന്നില്ല അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വസ്തുക്കൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബുകളുണ്ട്, അല്ലെ? ശരീരത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഭക്ഷിക്കുന്ന വസ്തുക്കൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയോ ലാബുണ്ടോ? എങ്ങും ഒരു ലാബോറട്ടറി പോലും ഇല്ല. നമുക്കിപ്പോ ഒരു സാധനം നമുക്ക് സംശയം തോന്നി പെട്ടെന്ന് പോയി ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ലാബുകൾ ഇന്ത്യയിൽ ഇല്ല. അതാണ് ആദ്യം വേണ്ടത്. നമ്മുടെ ശരീരത്തിന് പുറത്തോട്ട് പോകുന്ന സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ലാബുകളുണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റുകളൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത് ബ്രാൻഡിനെ കുറിച്ചാണ്. ഒരു മണ്ടനെ സൃഷ്ടിക്കുന്ന സംഭവമാണ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ബ്രാൻഡ്, ഇപ്പൊ എന്തെങ്കിലും ഷൂവിന്റെ ബ്രാൻഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു ഉൽപ്പന്നം കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അവിടെയാണ് RCMന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ. 10 രൂപയ്ക്ക് ഉൽപ്പാദിക്കുന്ന ഒരു ഉൽപ്പന്നം ഇടനിലക്കാരോ പരസ്യക്കാരോ കൂടാതെ കമ്പനിയുടെ സ്വന്തം ഔട്ട്ലെറ്റിൽ നിന്ന് വണ്ടർവേൾഡ് ആൻഡ് വണ്ടർവേൾഡ് ക്വിക്കിൽ നിന്ന് നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന വിപണന രീതിയാണ് RCM, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. അതിനെയാണ് RCM എന്ന് പറയുന്നത്. നേരിട്ട് ഇടനിലക്കാരോ പരസ്യക്കാരോ കൂടാതെ ഒരു ഉൽപ്പന്നത്തെ നേരിട്ട് എത്തിക്കുന്നതിനെയാണ് RCM എന്ന് പറയുന്നത്, അല്ലെ ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു 25 രൂപ, അല്ലെ? ഇപ്പൊ കണ്ടോ, ഒരു 10 രൂപയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം 35 രൂപയ്ക്ക് കിട്ടി.
അപ്പുറം 80 രൂപ പോയത് ആരും ചോദിക്കത്തില്ല. നമ്മുടെ ഒരു RCMന്റെ പ്രോഡക്റ്റ് ആദ്യമായിട്ട് മേടിക്കുന്ന ഒരാൾ അത് തിരിച്ചും മറിച്ചും എല്ലാം നോക്കി ഇത് വില കൂടുതലല്ലേ എന്ന് പറയും. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു പേസ്റ്റ് 92 രൂപയ്ക്കാണ് മേടിക്കുന്നത്, ഇന്നേ വരെ നോക്കിയിട്ടില്ല, അതിലെ കണ്ടന്റ് നോക്കിയിട്ടില്ല. പക്ഷെ RCMന്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചും അത് ലെൻസ് വെച്ചും ഒക്കെ നോക്കും. അപ്പോഴും അങ്ങനെ നോക്കുന്നവരാണ് കൂടുതലും ആദ്യമായിട്ട് വാങ്ങുന്നവർ. എല്ലാവരും ഒരു സംശയത്തോടു കൂടിയാണ് എല്ലാ ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനികളെയും കാണുന്നതും. ഇവിടെ ഒരു 25 രൂപ പോയിട്ടുണ്ട്. 25 രൂപ കമ്പനി കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കും. അവിടെയാണ് RCMന്റെ പ്രസക്തി. എങ്ങനെയാണ് 25 രൂപ എവിടെ പോയി? ഞാൻ ഇവിടെ കാണിച്ചു തരാം. 25 രൂപ എന്താണ്? കാവിയോ ഹെർബൽ ടൂത്ത് പേസ്റ്റ് നമ്മൾ മേടിക്കുകയാണ്. നമുക്ക് MRP 60 രൂപയാണ് ആ ഹെർബൽ പേസ്റ്റിന്റെ വില. നമുക്ക് ID എടുത്തിട്ടുള്ളവർക്ക്, ആരും ID എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ നമുക്ക് ID എടുത്തില്ലെങ്കിൽ നമുക്കത് സെയിൽ ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ID എടുക്കാത്തവർ ID എടുക്കരുത്. പിന്നെ DP പ്രൈസിന് നമുക്ക് കിട്ടും, 43 രൂപയ്ക്ക് നമുക്ക് കിട്ടും. പിന്നെ അതിന്റെ ഒരു PV ഉണ്ട് 25 എന്ന് പറഞ്ഞു. ആ 25 ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ 25%ത്തിന്റെ 45% കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കും, 10% ഷോപ്പുകൾക്കും ഡിപ്പോകൾക്കും കൊടുക്കും, 45% കമ്പനി എടുക്കും. ഇതാണ് ഇതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് ആ 25% കൊടുക്കുന്നത്? നമുക്ക് പെർഫോമൻസ് ഇൻസെന്റീവ് ആയിട്ട് 2% തൊട്ട് 22% വരെ കമ്പനി നമുക്ക് തിരിച്ചു തരും. റോയൽറ്റി 8% തരും. ടെക്നിക്കൽ ബോണസ് 5%, വൈറ്റൽ ലെവൽ ഗ്രോത്ത് ബോണസ് 2%, റോയൽറ്റി ഗ്രോത്ത് ബോണസ് 2%, ടെക്നിക്കൽ ഗ്രോത്ത് ബോണസ്. ഇത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല, നമ്മൾ ഇതിനകത്ത് കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ടെക്നിക്കൽ ഗ്രോത്ത് ബോണസ് 2%, പ്രീ പ്രൊഡക്റ്റ് 4%. പ്രീ പ്രൊഡക്റ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു റൗണ്ട് കിട്ടി, അതിന് മുമ്പ് എനിക്ക് ഒരു റൗണ്ട് കിട്ടി. ടോട്ടൽ 2 പ്രാവശ്യം എനിക്ക് പ്രീ പ്രൊഡക്റ്റ് കിട്ടി. ആദ്യത്തെ പ്രാവശ്യം കിട്ടിയപ്പോൾ ഉള്ള ഷർട്ടാണ് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഓണക്കോടി എടുക്കായിരുന്നു മുഴുവനും. നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് RCM നിന്ന് പർച്ചേസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് മറ്റുള്ള കമ്പനികൾ പറയുന്നതല്ല, നമുക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. 45% അങ്ങനെ കിട്ടും. ഇതാണ് നമുക്ക് ഫ്രീ പ്രോഡക്റ്റ് കിട്ടുന്ന സ്ലാബ്. 1500 PV തൊട്ട് 6 മാസം വാങ്ങിച്ചു കഴിഞ്ഞാൽ 1500 രൂപയുടെ സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 2500 PV ആണ് 6 മാസം നമ്മൾ തുടർച്ചയായിട്ട് വാങ്ങുന്നതെങ്കിൽ 2500 രൂപയുടെ സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 5000 PV വാങ്ങുകയാണെങ്കിൽ 5000 രൂപയുടെ സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 10000 PVയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ 6 മാസം വാങ്ങിക്കഴിയുമ്പോൾ 5000 രൂപയുടെ സാധനം ഫ്രീ ആയിട്ട് കിട്ടും. 3000 രൂപ നമുക്ക് അക്കൗണ്ടിലും കിട്ടും. പിന്നെ 25000 PV ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ 6 മാസം കഴിയുമ്പോൾ 5000 രൂപയുടെ സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 12500 അക്കൗണ്ടിലും കിട്ടും. 50 കിട്ടും. അതിന് 5000 രൂപ ഫ്രീ പ്രോഡക്റ്റ്. ഇവിടെ ഒരു കാര്യം, 12% കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 12% 6 മാസം കഴിയുമ്പോൾ ഫ്രീ പ്രോഡക്റ്റ് 100 PV മേടിക്കും. കമ്പനിക്ക് ഇവിടെ 1500 1500 കൊടുക്കുന്ന സ്ഥാനത്ത് വേണമെങ്കിൽ 12% കൊടുത്താൽ മതിയായിരുന്നു. കമ്പനി എന്നിട്ടും കസ്റ്റമേഴ്സിന് വേണ്ടി 1500 രൂപയുടെ സാധനം ഫ്രീ ആയിട്ട് കൊടുക്കും. കമ്പനിക്ക് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോഴും കമ്പനി കസ്റ്റമർക്ക് വേണ്ടിയാണ് നിലകൊണ്ടത്. ഇവിടെ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടി ജീവിക്കുന്നവർ ഓർക്കുക. പിന്നെ അടുത്തത്, ആർക്കൊക്കെ RCM ആവശ്യമുണ്ട്? ആർക്കൊക്കെയാണ് RCM വേണ്ടത്? പുനീട് RCM എല്ലാ മനുഷ്യരായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും RCM ആവശ്യമാണ്, അല്ലെ? ആർക്കൊക്കെ ജോയിൻ ചെയ്യാം? RCMൽ ആർക്കൊക്കെ വരാൻ പറ്റും? ഇതിൽ ആദ്യത്തെ പോയിന്റ് ഒന്ന് മാറ്റണം, അതായത് മസ്റ്റ് ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഇപ്പൊ ഇന്ത്യൻ സിറ്റിസൺ അല്ല, ഇനി വരും കാലത്ത് ഇന്ത്യൻ സിറ്റിസൺ നിർബന്ധം വേണ്ട, വിദേശികൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാവുന്ന രീതിയിലോട്ടുള്ള വരികയാണ്. ഇപ്പൊ ആയിട്ടില്ല, അത് ഉടനെ നമ്മുടെ ടാഗ് ലൈൻ മാറ്റിയത് കൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും. അത് ആ രീതിയിലേക്കാണ് നമ്മുടെ പ്രസ്ഥാനം കുതിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 18 വയസ്സായിരിക്കണം, അല്ലെ? ഇപ്പം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 18 വയസ്സായിരിക്കണം, ആൾക്ക് ജീവൻ ഉണ്ടായിരിക്കണം, അല്ലെ? അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം ജോയിൻ ചെയ്യാൻ പറ്റും. ജീവനില്ലാത്ത ആരും ജോയിൻ ചെയ്യണ്ട. ജീവനുള്ളവർ മാത്രം RCMൽ ജോയിൻ ചെയ്താൽ മതി. ആർക്കൊക്കെ ജോയിൻ ചെയ്യാന്നുള്ളതിന് ഉത്തരവാണ് നമ്മളോട് പുറത്തു പോകുമ്പോൾ ചോദിക്കുന്ന നമ്മുടെ മനസ്സിലുള്ള ചോദ്യങ്ങളൊക്കെ ഇതൊക്കെ. നമ്മൾ ഇത് എത്ര കാലം നിലനിൽക്കും? RCM എത്ര കാലം നിലനിൽക്കും? RCM എത്ര കാലം നിലനിൽക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഭൂമി ഉള്ളിടത്തോളം കാലം RCM നിലനിൽക്കും. ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഉപ്പ് വേണം, മല്ല് വേണം, മുളക് വേണം, ഡ്രസ്സ് ധരിക്കും, വീടിന് പെയിന്റ് അടിക്കും, കുളിക്കും, പല്ല് തേക്കും, എല്ലാം ചെയ്യുന്ന മനുഷ്യന് മാത്രമേ ഭൂമിയിലുള്ളൂ. ആ മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും RCM ആവശ്യമാണ്. അല്ലാത്തവർക്ക് RCM നമ്മൾ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുറ്റമല്ല. മനുഷ്യരായിട്ടുള്ളവർ മാത്രം RCMൽ ജോയിൻ ചെയ്താൽ മതി. പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരായിരിക്കണം. ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം RCM ഉണ്ടാകും. പിന്നെ അടുത്തത്, നമ്മൾ RCMന്റെ ഒരു ഡിജിറ്റലൈസേഷനിലോട്ടാണ് ഇനി പോകുന്നത്.
പണ്ട് ആർസിഎം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആർസിഎം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പേപ്പറിലൂടെ ആയിരുന്നു ജോയിനിങ്, അല്ലെ? നമ്മൾ ഇവിടുന്ന് പേപ്പർ എടുത്തു, ഗോകുമാർ സാറൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് പേപ്പറിൽ എഴുതി ഇതൊക്കെ നോട്ട് ചെയ്ത് അവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതി ഇവിടുന്ന് ബിൽവാരൊക്കെ അയച്ചു കൊടുത്ത് അവിടുന്ന് അപ്രൂവ് ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് ജോയിനിങ് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് എന്താ പറയണ്ടേ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരാൻ തുടങ്ങി. അതായത് TCG പണ്ട് തന്നെ വിഷണറി മാൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഉടനെ അടുത്ത് തന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്ന രീതിയിലോട്ട് കസ്റ്റമർക്ക് ഒരു ഇതാക്കി കൊടുത്തു. കസ്റ്റമർക്ക് മെസ്സേജ് സ്പോട്ടിൽ തന്നെ ബില്ല് അടിച്ച ഉടനെ മെസ്സേജ് വരും. ആപ്ലിക്കേഷനിൽ കാറ്റലോഗുകൾ വന്നു, പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റി, പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്, അതിന്റെ വില വ്യത്യാസം, വില നമുക്കറിയാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോയിനിങ് ആപ്ലിക്കേഷൻ വഴിയാക്കി പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും അതുവഴി കിട്ടാൻ തുടങ്ങി നമുക്ക്. പിന്നെ ആർസിഎമ്മിന്റെ POS എന്നുള്ള ആപ്ലിക്കേഷൻ വന്നു, ബില്ലടിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ബിസിനസ് ഡീറ്റെയിൽസ് അതിനകത്ത് അറിയാൻ പറ്റും, നമ്മുടെ കമ്പനിയുടെ ബിസിനസ് പരമായിട്ടുള്ള നമ്മുടെ ബിസിനസ് എത്രയാണ്, നമ്മുടെ ഈ മാസത്തെ ഗ്രോത്ത് എത്രയാണെന്നൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ വഴി അറിയാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ വാൾ കമ്പനി കൊണ്ടുവന്നു. ഡിസ്പ്ലേ വാൾ കൊണ്ടുവന്നു കഴിയുമ്പോൾ കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞ് ഒരു ഓൺലൈൻ ഡെലിവറിയിലേക്ക് കമ്പനി വന്നിരിക്കുകയാണ്, അല്ലെ? ഇപ്പൊ ഓൺലൈൻ ഡെലിവറിയാണ്, ഞാനിപ്പോ എല്ലാം ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നത്. എന്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഞാൻ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുക, അവരുടെ വീട്ടിൽ സാധനം കൊണ്ട് എത്തിക്കുക. നമ്മളിപ്പം ഇത് കിട്ടാണ്ട് നമുക്കിപ്പം ID ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മുടെ ID നമ്മൾ ലോഗിൻ ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ സാറിനോട് വിളിച്ചു പറയും, ഷോപ്പിലെ സാറിനോട് വിളിച്ചു പറയും അവിടെ MRPക്ക് കൊടുക്കാവുള്ളൂ എന്ന് പറയും. അപ്പൊ അവർ സാർ MRPക്ക് അവിടെ പ്രൊഡക്റ്റ് കൊടുക്കും. അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഇനി നമുക്ക് ഓൺലൈൻ ഡെലിവറി കഴിഞ്ഞാൽ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്? ഡിസ്പ്ലേ വാള് വഴി ഓൺലൈൻ ഡെലിവറി സിസ്റ്റം ആയിരിക്കും വരാൻ പോകുന്നത്. ഡിസ്പ്ലേ വാൾ വഴി ഓൺലൈൻ ഡെലിവറി സിസ്റ്റത്തിലേക്കാണ് ആർസിഎം വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡിസ്പ്ലേ വാൾ വഴി ഷോപ്പിലേക്ക്, അത് കഴിയുമ്പോൾ ഷോപ്പിലേക്ക് ഇപ്പൊ നമ്മൾ ഷോപ്പുകാർ ഡിപ്പോയിലേക്ക് ഓർഡർ ഇട്ട് പൈസ അടച്ചതിന് ശേഷമാണ് പ്രൊഡക്റ്റ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഡിസ്പ്ലേ വാളിൽ നിന്ന് ഓർഡർ ഇട്ട് പൈസ ഷോപ്പിലേക്ക് കൊടുത്തതിൽ ശേഷം മാത്രം നമുക്ക് പ്രൊഡക്റ്റ് പോയി പർച്ചേസ് ചെയ്യുന്ന രീതിയിലേക്ക് വരും. പിന്നെ അടുത്തത് വരുന്ന 20 മിനിറ്റിനുള്ളിൽ പ്രൊഡക്റ്റ് ഡെലിവറി നടക്കും. 20 മിനിറ്റിനുള്ളിൽ നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് ഒരാൾ ബുക്ക് ചെയ്യുക, 5 കിലോയുടെ ആട്ട ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 മിനിറ്റിനുള്ളിൽ സ്പോട്ടിൽ ഡെലിവറി നടക്കുന്ന സിസ്റ്റത്തിലേക്ക്. എന്റെ കഴിഞ്ഞ ഒരു സൂം പ്രോഗ്രാമിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് അതിലും വലിയ സിസ്റ്റത്തിലേക്കാണ് ആർസിഎം വന്നുകൊണ്ടിരിക്കുന്നത്. 20 മിനിറ്റിനുള്ളിൽ ഡെലിവറി നടക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ആർസിഎം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു 10 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ എന്നുള്ള ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവും? 10 വർഷം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ ആർസിഎമ്മിന്റെ ആപ്ലിക്കേഷൻ വഴി ഒരു ലിങ്ക് അയച്ചു കൊടുക്കും, മോനെ ഒന്ന് ജോയിൻ ചെയ്യടാന്ന് പറയും. അപ്പൊ അവിടുന്ന് നമ്മൾ സ്പോൺസർഡ് ID പറഞ്ഞു കൊടുക്കും, പ്രപ്പോസഡ് ID പറഞ്ഞു കൊടുക്കും. അവിടുന്ന് ആള് ലിങ്കിൽ ടച്ച് ചെയ്ത് പുള്ളിയുടെ ഡീറ്റെയിൽസ് ആള് തന്നെ ഫില്ല് ചെയ്ത് ജോയിൻ ചെയ്യുന്ന രീതിയിലേക്ക് ആർസിഎം വളർന്നുകൊണ്ടിരിക്കുകയാണ് 10 വർഷം കഴിയുമ്പോൾ. അത് നമ്മൾ ഇപ്പോഴേ നമ്മുടെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ 4 കോടി ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ, ഇനി കോടിക്കണക്കിന് ആൾക്കാർ വരാനുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരിലേക്ക് ഈ നടന്നത് അതിലേക്കാണ് ഞാൻ വരുന്നത്. ഡിജിറ്റലൈസേഷൻ എങ്ങനെ ചെയ്യണം? അപ്പൊ ആർസിഎം മുൻകൂട്ടി നിശ്ചയിച്ചു, എന്താ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോയില്ല. അതായത് നമ്മളൊരു ഇപ്പം കമ്പ്യൂട്ടറിന്റെ സർവീസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോ ഓരോ അപ്ഡേഷൻ വരുമ്പോഴും അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിനകത്തുനിന്ന് പുറത്തു പോകും. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. TCG ആർസിഎമ്മിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്ഡേറ്റ് ചെയ്ത് വരികയാണ്. ഓരോ കാലഘട്ടത്തിന് മുമ്പേ മെസ്സേജ് ഒക്കെ വരുന്ന കണ്ടില്ലേ? അത് കാലഘട്ടത്തിന് മുമ്പേ അദ്ദേഹം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർസിഎം. നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നമ്മൾ ഈ സിസ്റ്റത്തിന്റെ പുറത്തു പോകും. ഇപ്പൊ നമ്മുടെ ആർസിഎം ആപ്ലിക്കേഷന്റെ ഒരു ഞാനിപ്പോ പറയുന്ന പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്നതിന്റെ കൂടെ നമ്മളിപ്പോ ഒരാളായിട്ട് പറയാൻ പോകുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോൺ മാത്രമായിട്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പ് മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കൊണ്ട് മാത്രം തന്നെ നമുക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിംഗ് പ്ലാൻ നമ്മുടെ ഇതിനകത്തുണ്ട്, 2-3 ഭാഷയിൽ മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ട്. ഡെലിവറി സെന്ററുകൾ എവിടേക്കാന്ന് അറിയാൻ പറ്റും നമുക്ക്. സ്റ്റേറ്റ് വൈസ് അറിയാം, പിൻകോഡ് വൈസ് അറിയാം. നമുക്ക് അത് എടുത്തു കഴിഞ്ഞാൽ നോക്കാം. പിന്നെ നമുക്ക് വരുന്ന മെസ്സേജുകൾ, ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ KYC ജോയിനിങ് ചെയ്യുന്നതാണ്. KYC എന്ന് പറഞ്ഞാൽ പുതിയ സൊസൈറ്റി ബയറെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അതിന്റെ കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് KYC കറക്ഷൻ എന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ്. പിന്നെ പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ. മീഡിയയിൽ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും. മീറ്റിംഗ് ഷെഡ്യൂൾ നമ്മുടെ ലീഡറിന്റെ പേര് അടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലം അടിച്ചു കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ രാജൻ സാറിന് അടിച്ചു കൊടുത്താൽ ഇപ്പൊ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് ആ പ്രദേശത്ത് ആരൊക്കെ ഏതൊക്കെ ലീഡർമാർ വരുന്നുണ്ടോ അത് നമുക്കറിയാൻ പറ്റും. അല്ല ലീഡർ വൈസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലീഡറിന്റെ പേര് നമ്മൾ അതിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നോബിൾ സാറിന്റെ പേര് അടിച്ച് അല്ല രാജ് സാറിന്റെ പേര് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലീഡേഴ്സ് എവിടെയൊക്കെയാണോ ചാർട്ട് ചെയ്തിരിക്കുന്നത് പ്രോഗ്രാം ഉള്ളത് അത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. നമ്മുടെ ടീമിലേക്ക് അത് എത്തിക്കാൻ പറ്റും. ഞാനിതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ തൃപ്രയാറുള്ള ഷൈൻ ബാബു സാറ് ഈ വർഷം ഡിസംബർ വരെ അത് ഫില്ല് ചെയ്തിട്ടിരിക്കുക, മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. നിങ്ങൾ അതിനകത്ത് കയറി ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ഷൈൻ ബാബു സാറിന്റെ ഷെഡ്യൂൾ ഞാൻ ചുമ്മാ വെറുതെ അടിച്ചു നോക്കിയപ്പോൾ ഈ വർഷം അവസാനം വരെ ഡിസംബർ വരെ ഷെഡ്യൂൾ ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ പ്രൊഡക്റ്റ് കാറ്റലോഗ്, നമുക്ക് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഫോട്ടോ പിക്ചറുകളായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ RCM ടൈംസ് എന്ന് പറഞ്ഞൊരു പത്രമുണ്ട്, അതിൽ കയറി നമുക്ക് കാണാൻ പറ്റും RCMന്റെ വാർത്തകൾ, പുതിയ വാർത്തകൾ നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും. പിന്നെ ബ്ലഡ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമ്മുടെ ബ്ലഡ് ഫോൺ നമ്പർ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ ബ്ലഡ് ഡൊണേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന നമുക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഹരിത ഭാരതം നമുക്ക് വൃക്ഷത്തൈകൾ വെച്ച് കഴിയുമ്പോൾ അതിന്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഞങ്ങള് 2-3 പ്രാവശ്യം അതിൽ അപ്ലോഡ് ചെയ്തു. ഞാനത് ചെയ്തിട്ടുണ്ട്. നമുക്ക് പല വർഷങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ കോൺടാക്ട് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിലെ കോൺടാക്ട് ആണത്. അതിൽ നമുക്ക് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫോൺ കോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കമ്പനിക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകളെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം. അതിനനുസരിച്ച് കമ്പനി നമുക്ക് അത് വേണ്ട രീതിയിൽ ചെയ്തു തരും. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ചിരട്ട മുതൽ ആട്ടിന്റെ കാഷ്ടം വരെ ആമസോൺ വഴിയും ഓൺലൈൻ വഴി വിൽക്കുന്ന കാലമാണ്. ഈ കാലത്തിൽ നമുക്ക് ഇതെങ്ങനെ, നമ്മൾ ഇതുവരെ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ പോകാൻ പറ്റുമോ? ഇതുകൊണ്ട് ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ കണ്ട ചിരട്ട വരെ വിൽക്കുന്നത് 699-700 രൂപയ്ക്ക് ചിരട്ട വിൽക്കുന്നത്, 430 രൂപയ്ക്ക് ആട്ടും കാഷ്ടം. നീ നോക്കുകയാണെങ്കിൽ കുറെ സാധനങ്ങൾ കാണാം, ഞാൻ പിന്നെ നോക്കാൻ പോയില്ല. അങ്ങനെയുള്ളതിനെ നമുക്ക് എങ്ങനെ RCM വഴി നമുക്ക് എങ്ങനെ ഇതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്ങനെ നമുക്ക് ഇതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും? വേറൊന്നും പറയാനില്ല. സോഷ്യൽ മീഡിയ അത് മാത്രമേ ഉള്ളൂ. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഇതിലൂടെ നമുക്ക് നല്ല രീതിയിൽ RCMനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്, ഇത് നേരത്തെ ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ അറിയാവുന്നവരുണ്ടായിരിക്കും, അറിയാൻ വയ്യാത്തവരുണ്ടായിരിക്കും. അപ്പം സോഷ്യൽ മീഡിയ വഴി എങ്ങനെ, ഞാൻ അതിനകത്ത് ഒരു സാധനം കൂടെ കൊടുക്കുന്നുണ്ടോ, OLX വഴി നമുക്ക് RCMനെ പ്രൊമോട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനിത് ചെയ്തിട്ടുള്ള കാര്യമാണ്, അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കുക. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു ഉളി പോലെയാ. ഉളിയുടെ പ്രത്യേകത എന്താ? തൊട്ടാ മുറിയും, അല്ലെ? ഒരു സൈഡ് നല്ല മൂർച്ചയാണ്. നമ്മുടെ സജീവ് കുമാർ സാറിനെ പോലെ നല്ല പണി അറിയാവുന്നവരെ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല ശില്പമായിട്ട് മാറും ഉളി ഉപയോഗിച്ചിട്ട്. പക്ഷെ ഒരു കൊലപാതകയുടെ കൈ കിട്ടിക്കഴിഞ്ഞാലോ, കൊലപാതകയുടെ കിട്ടിക്കഴിഞ്ഞാൽ കൊലപാതകം ചെയ്യാനേ വരത്തുള്ളൂ. ഒരാളുടെ ജീവൻ എടുക്കാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിക്കത്തുള്ളൂ. പക്ഷെ ഒരു ശില്പം ഉണ്ടാക്കുന്ന വ്യക്തിയുടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ശില്പമാക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. നമ്മൾ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിച്ചില്ല എങ്കിൽ ഇതൊരു എന്താ പറയണ്ടേ, ഇപ്പൊ പറഞ്ഞ കലാകാരനെ പോലും കൊലപാതകയാക്കാൻ കരുത്തുള്ള ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക എങ്കിൽ മാത്രമേ ഇതിൽ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. ആ ഉളി പോലെ തന്നെ കലാകാരനെ കൊലപാതകയാക്കാൻ സാധിക്കും ഈ സോഷ്യൽ മീഡിയക്ക്. ഇത് നമ്മുടെ എന്താ പറയുക, കൃഷ്ണ അറോറ എന്ന് പറയുന്ന വ്യക്തി, നമ്മുടെ ചാറ്റ് വിത്ത് സുരേന്ദ്ര വട്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. നമ്മുടെ ഡയമണ്ട് എല്ലാവരും കൊതിക്കുന്ന പിൻ ലെവലാ ഡയമണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള അച്ചീവറാണ്. അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി മാത്രമാണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഉൽപ്പന്നങ്ങളും. RCM പ്രൊമോട്ട് ചെയ്തത് RCM അല്ല, ഈ അദ്ദേഹം ഈ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് കൃഷ്ണ അറോറ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പുറത്തിറങ്ങിയിട്ടില്ല. ആൾക്കാരെ സോഷ്യൽ മീഡിയ വഴിയാണ് അദ്ദേഹം റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആദ്യം മാറ്റേണ്ടത്, സോഷ്യൽ മീഡിയ വഴി ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മുടെ RCM ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം മാറ്റേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്സപ്പാണ്. ഈ ഇടത്ത സൈഡിൽ കാണുന്ന വാട്സപ്പ് നോർമൽ വാട്സപ്പാണ്. നോർമൽ വാട്സപ്പിൽ നിന്നും ബിസിനസ് വാട്സപ്പിലേക്ക് നമ്മൾ മാറണം. അങ്ങനെ മാറിക്കഴിയുമ്പോൾ ഒരു നമ്പറിൽ ഒരൊറ്റ വാട്സപ്പ്, ഒന്നെങ്കിൽ ബിസിനസ് വാട്സപ്പ് അല്ലെങ്കിൽ നോർമൽ വാട്സപ്പ് മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിസിനസ് വാട്സപ്പിലേക്ക് നമ്മൾ മാറണം. എങ്കിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ആദ്യം ഇച്ചിരി പാടൊക്കെ ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ കോൺടാക്റ്റിന്റെ പ്രശ്നം വരുമോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ നമുക്ക് ചെയ്യുമ്പോഴൊക്കെ ഡൗട്ടൊക്കെ വരും.
ഇത് നമ്മൾ പണ്ട് ആർസിഎമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ വെളിച്ചെണ്ണ മാറ്റി തവിടെണ്ണ ഉപയോഗിക്കാൻ പറഞ്ഞ പോലെ തന്നെയാണ്. വെളിച്ചെണ്ണയ്ക്കില്ലാത്ത പല ഗുണങ്ങളും തവിടെണ്ണയ്ക്കുണ്ടെന്ന് നമ്മളോട് ലീഡർ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്ന് പറഞ്ഞ പോലെയാണ് നോർമൽ വാട്സപ്പിനില്ലാത്ത പല ഗുണങ്ങളും ബിസിനസ് വാട്സപ്പിനുണ്ട്. നമ്മൾ ഈ നോർമൽ വാട്സപ്പ് മാറ്റി ബിസിനസ് വാട്സപ്പിലേക്ക് മാറുക എല്ലാവരും, എങ്കിൽ മാത്രമേ നമുക്ക് ഈ സോഷ്യൽ മീഡിയ, ആദ്യത്തെ പടി ഇതാണ്, സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പടി. ബിസിനസ് വാട്സപ്പ് വഴി പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഗുണമെന്ന് പറഞ്ഞാൽ, നോർമൽ വാട്സപ്പിൽ നമുക്ക് പരിധികളുണ്ട്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിസിനസ് ആപ്പിൽ കാറ്റലോഗുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം. നമ്മുടെ പ്രൊഡക്റ്റിന്റെ കാറ്റലോഗുകൾ, ചിത്രങ്ങളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രീറ്റിംഗ് മെസ്സേജുകൾ യാന്ത്രികമായിട്ട് ഓട്ടോമാറ്റിക് മെസ്സേജുകൾ അയക്കാൻ പറ്റും. നമുക്കൊരാൾ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളില്ലെങ്കിൽ നമുക്കിപ്പം ഫോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ടൊരു മെസ്സേജ് വരും. ക്വിക്ക് റിപ്ലൈ ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പം സ്ഥിരമായിട്ട് നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജുകളുണ്ടല്ലോ, നമ്മളെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. നമുക്ക് ക്വിക്ക് ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റും. പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുക ക്വിക്ക് റിപ്ലൈക്കകത്ത്. ഇപ്പം ലേബൽ വെച്ച് നമുക്ക് കസ്റ്റമേഴ്സിന് തരംതിരിക്കാൻ പറ്റും. അതായത് ലൊക്കേഷൻ വൈസ് നമുക്ക് പേയ്മെന്റ് കിട്ടാനുള്ള കസ്റ്റമർ, ന്യൂ കസ്റ്റമർ, അങ്ങനെ ലേബൽ വെച്ച് നമുക്ക് തരം തിരിച്ചിടാൻ പറ്റും. ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് പിന്നെ പോൾ എന്ന ഓപ്ഷനിൽ നമുക്ക് കസ്റ്റമർക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കാം. അതായത് നമ്മൾ പോൾ ചെയ്യാം, നമുക്ക് കോട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ സർവീസ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ബിസിനസ് വാട്സപ്പിനകത്തുണ്ട്. അതായത് നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കുന്ന നമ്മളിപ്പോൾ ഷോപ്പ് പോലെയാണ് ഈ ബിസിനസ് വാട്സപ്പ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ടൈം, ഷോപ്പ് എത്ര, നമ്മൾ എപ്പോഴൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ടൈം നമുക്ക് ഇതിൽ കസ്റ്റമർക്ക് കാണാൻ പറ്റും. പ്രൊഡക്റ്റിന്റെ പ്രൈസ് ലിസ്റ്റ് അറിയാൻ പറ്റും. പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓട്ടോമാറ്റിക് മെസ്സേജുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് സാറേ, സ്ക്രീൻ ഷെയറിങ്ങിലൂടെ തന്നെയാണ്. ഇത് കഴിയുമ്പോൾ ക്യാൻവ ഒന്നും കൂടെ ഓപ്പൺ ആക്കേണ്ടി വരും. ഇതെന്റെ വാട്സപ്പ് ആണ്. ഇതിനകത്ത് ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അത് നോർമൽ വാട്സാപ്പിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, നമുക്ക് പിൻ ചെയ്തിടാം. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ ഏറ്റവും മുകളിൽ പിൻ ചെയ്ത് കണ്ടോ, സുജിത് സാറ്, അർജുൻ സാറ്, നോബിൾ സാറ്, അങ്ങനെ നമുക്ക് ഓരോ വേണ്ടപ്പെട്ടവർ നമുക്ക് പിൻ ചെയ്യും. നമ്മൾ എപ്പോഴും മെസ്സേജ് അയക്കുന്നവരെ മുകളിൽ പിൻ ചെയ്തിടാൻ പറ്റും. പിന്നെ ഇതിനകത്തുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ടൂൾസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് താഴ്ത്തു പോയി കഴിയുമ്പോൾ ബിസിനസ് പ്രൊഫൈൽ ഉണ്ട്. നമുക്കവിടെ ബിസിനസ് പ്രൊഫൈൽ ആണ്. ഇപ്പൊ ഞാൻ 100% ഇന്ത്യൻ എന്നാണ് എന്റെ ഷോപ്പിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് കമ്പനിയുടെ ലൊക്കേഷൻ എവിടെയാണ്, സ്റ്റോർ എങ്ങനത്തെ സ്റ്റോറാണ്, നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ടൈം, ഞാനിപ്പോൾ 24 hour ആണ് കൊടുത്തിരിക്കുന്നത്. ഇമെയിൽ ID കൊടുക്കാൻ പറ്റും. പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കസ്റ്റമർക്ക് അറിയാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID അറിയാൻ പറ്റും. മൊബൈൽ നമ്പർ കസ്റ്റമർക്ക് അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് മാനേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. ഒന്നുകൂടെ കാണിക്കാം. എടുത്തു കഴിയുമ്പോൾ ബിസിനസ് എടുത്തു കഴിയുമ്പോൾ മാനേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിത് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കാറ്റലോഗ് ബൂസ്റ്റ് ചെയ്യാം, അതിനെക്കുറിച്ച് ഞാൻ പറയാം. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈല് ഒരാൾക്ക് വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ അയക്കാൻ പറ്റും. ഷെയർ ലിങ്ക് കൊടുത്താൽ ആഡ് ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്രോഡക്റ്റ് ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാം. അതിന്റെ റേറ്റുകൾ, കാര്യങ്ങൾ, അതിന്റെ പ്രത്യേകതകളൊക്കെ ആഡ് ചെയ്യാം. പിന്നെ കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ന്യൂട്രിചാർജ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ട്, കേസുകളുണ്ട്, അങ്ങനെ നമുക്ക് തിരിക്കാം. ഇതിനകത്ത് ന്യൂട്രിചാർജ് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. ന്യൂട്രിചാർജ് ബീജം ഉണ്ട്, DH ട്വിസ്റ്റ്, ന്യൂട്രിചാർജ് കുറെ ഉണ്ട്, മുഴുവൻ ഇതിനകത്ത് വന്നിട്ടില്ല, ഓടിച്ചു പറയാണ്. ന്യൂട്രിചാർജ് മാൻ, പിന്നെ തൃക്കാരയുടെ പ്രൊഡക്റ്റ് കീസോള്, അങ്ങനെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിടാൻ പറ്റും. അപ്പൊ കസ്റ്റമർക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത വരുന്നത് ബിസിനസ് കഴിഞ്ഞാൽ കാറ്റലോഗാണ് വരുന്നത്. കാറ്റലോഗ് ഞാനിപ്പോ കാണിച്ചു. പ്രൊഡക്റ്റിലെ ഡീറ്റെയിൽസ് ഇഷ്ടം പോലെ നമുക്ക് ഇതിനകത്ത് എല്ലാ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒരു പ്രൊഡക്റ്റിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കസ്റ്റമർക്ക് അത് കാണുമ്പോൾ തന്നെ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അഡ്വർടൈസ്മെന്റ്, ഇത് ഞാനിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരെണ്ണം ഇപ്പൊ റൺ ചെയ്ത് ഇന്ന് തന്നെ 2-3 റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. നാളെയാണ് ഇത് എൻഡ് ആകുന്നത്. ഞാനിപ്പം സാനിറ്ററി പാഡിന്റെയും ഗാമോറൈസണോൾ, വുമണ്, മാന്, അങ്ങനെ കുറെ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് 2-3 റിക്വസ്റ്റുകൾ എനിക്ക് വന്നായിരുന്നു. ഓരോ നമുക്ക് ഇപ്പൊ ആഡ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പറ്റും. അതിന് നമുക്ക് പേയ്മെന്റ് ആവുന്നതാണ്. പേയ്മെന്റ് വഴി നമുക്ക് 103 രൂപ, 140 രൂപ അടുത്ത് ഒരു ദിവസത്തേക്കിന് അത്രേ വരത്തുള്ളൂ.
അത് നമുക്ക് ഈസി, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാം. ഗ്രീറ്റിംഗ് മെസ്സേജ്, ഇപ്പൊ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട്, ഇപ്പം എന്റെ നമ്പർ ഇല്ലാത്ത ഒരാളെ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ റിപ്ലൈ ഓട്ടോമാറ്റിക്കാണ്. ഞാനിപ്പോ കൊടുത്ത താങ്ക് യു ഫോർ കോൺടാക്ട് യൂണിക് എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് യൂണിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കോൺടാക്ട് ചെയ്തതിൽ സ്വാഗതം. നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ നമുക്ക് നേരിട്ട് കാണാമെന്നാണ് ഞാനിപ്പം റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ആഡ് ചെയ്ത് വെക്കാം ഗ്രീറ്റിംഗ് മെസ്സേജിനകത്ത്. പിന്നെ ക്വിക്ക് റിപ്ലൈ ആണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ക്വിക്ക് റിപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, QR കോഡുകൾ, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ക്വിക്ക് റിപ്ലൈ ഞാനതിപ്പോ കാണിച്ചു തരാം. പിന്നെ ലേബല്, നമ്മളിപ്പം ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് കളർ കോഡുകൾ വെച്ച് നമുക്ക് ഇതിനകത്ത് ആൾക്കാരെ സേവ് ചെയ്യാം. ലൊക്കേഷൻ അനുസരിച്ച് ഓരോ ലൊക്കേഷനും ഓരോ കളർ കോഡ് വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ക്വിക്ക് റിപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ സുജിത് സാറിന്റെ എടുത്തു, ഇവിടെ ജസ്റ്റ് ഒരു സ്ലാഷ് കൊടുക്കുകയാണ്. സ്ലാഷ് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഫോൺ തിരിക്കുകയാണ്, അങ്കിലേ വരത്തുള്ളൂ. ന്യൂട്രി ചാർജ് വന്നു, താങ്ക് യു ഫോർ ബിസിനസ്, ഇങ്ങനെ ഓരോ വരും. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ആ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് വന്നു. അതിന്റെ ഫോട്ടോയും പിക്ചറും കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് സെൻഡ് ആവും. സ്ലാഷ് അടിച്ചു കൊടുക്കുമ്പോൾ എന്താണോ നമുക്ക് വേണ്ടത്, ഇപ്പം ലൊക്കേഷൻ അറിയാനാണെങ്കിൽ ഇപ്പൊ ഗുഡ് ഡോട്ടിന്റെ ആണെങ്കിൽ ഗുഡ് ഡോട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ അത് സെലക്ട് ചെയ്തില്ലെങ്കിൽ പോലും സ്ലാഷ് അടിച്ചിട്ട് ഇപ്പം ഗുഡ് എന്ന് അടിച്ചാൽ വരും, ഗുഡ് എന്ന് അടിച്ചാൽ ഗുഡ് ഡോട്ട് വരും. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റ് പോകും. അങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്യാൻ പറ്റും. ലാംഗ്വേജ്, ഇപ്പൊ കസ്റ്റമർ ഇപ്പം ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആണ് എല്ലാം അടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഏത് ലാംഗ്വേജ് ആണ് താങ്കൾക്ക് പറ്റിയത് നമുക്ക് അയച്ചു കൊടുത്താൽ അങ്ങനെ കിട്ടും. അങ്ങനെ കുറെ ഓപ്ഷനുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത്രയാണ് വാട്സപ്പ് ബിസിനസ്സിനകത്ത് വരുന്നത്. ഇതിന്റെ ബേസിക് ആയിട്ട് കുറെ പഠിക്കാനുണ്ട്. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റ് നമുക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വാട്സപ്പ് ആണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത് മെറ്റ എന്ന് പറഞ്ഞാൽ പണ്ട് ഫേസ്ബുക്ക് ആയിരുന്നു അതിന്റെ പേര്. അതായത് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ ഈ അവസാനം ത്രെഡ് എന്ന് പറഞ്ഞത് വന്നു. ആ കൂവെന്നഴിക്കുന്ന അവസാനമില്ല തമിഴിൽ, ത്രെഡ് എന്നാണ് പേര്. അത് അറിയാൻ മേലാത്തവരൊക്കെ കുറെ പേരാണ്, അതുകൊണ്ട് ജസ്റ്റ് പറയുന്നുള്ളൂ ത്രെഡ്. ഇതുവഴിയെല്ലാം നമുക്ക് ഈ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ OLX വഴി എങ്ങനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു വേണമെങ്കിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പോലെ നമുക്ക് ഇത് ചെയ്യാം. അപ്പൊ അവർ ഡീറ്റെയിൽസ് തരും, നമുക്ക് നേരിട്ട് പോയി അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ് അതിലൊരു കോഡ് പറയുന്നത്. താങ്കൾ ഇപ്പോൾ ചെയ്യുന്ന അർജുൻ സാർ, രാൻ സാറൊക്കെ പറഞ്ഞൊരു കോഡാണ്. താങ്കൾക്ക് ഇപ്പോൾ ചെയ്യുന്ന ജോലിക്ക് യാതൊരു തടസ്സവും കൂടാതെ ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന ആളാണോ താങ്കൾ എന്നൊരു കോഡ് ഇടുക. അത് കഴിഞ്ഞിട്ട് 47 വർഷമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന 4800 പരം പ്രൊഡക്റ്റുകളുള്ള ഒരു കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് OLX ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി അല്ലെങ്കിൽ ബിസിനസ് നോക്കിയിരിക്കുന്നവർ അതിൽ ബന്ധപ്പെടും, നമുക്ക് കോൺടാക്ട് തരും. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നോർമൽ മാർക്കറ്റിങ്ങും ഓൺലൈൻ മാർക്കറ്റിങ്ങും തമ്മിലുള്ള നോർമൽ മാർക്കറ്റിങ്ങിന്റെ നെഗറ്റീവുകളും ഓൺലൈൻ മാർക്കറ്റിങ്ങിന്റെ പോസിറ്റീവ് ആണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഓൺലൈൻ ഡയറക്റ്റ് ആയിട്ട് നോർമൽ മാർക്കറ്റിംഗ് നേരിട്ട് പോയി കാണുമ്പോൾ ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതിനനുസരിച്ച് എല്ലാ വീടുകളിലും പോകാൻ പറ്റാറില്ല. ലാസ്റ്റത്ത് തീരുമ്പോൾ ചിലപ്പോൾ 9 മണി, 10 മണി, 12 മണിയൊക്കെ ആകും, അല്ലെ? അപ്പൊ ടൈം ലിമിറ്റ് ഉണ്ട് നമുക്ക് നോർമൽ മാർക്കറ്റിംഗ്. പക്ഷെ നമുക്ക് ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗിൽ നമുക്ക് ഇവിടെ ടൈം ലിമിറ്റ് ഇല്ല. ഞാനിപ്പോ കണ്ടില്ല, എന്റെ ആഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാട്സപ്പ് വഴി. അപ്പൊ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് റിപ്ലൈ വരും, ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്ലൈ പോകും. ഇവിടെ ടൈം ലിമിറ്റ് ഇല്ല, നോ ടൈം ലിമിറ്റ്. പിന്നെ കുറച്ച് നോർമൽ മാർക്കറ്റിംഗിൽ വന്നു കഴിയുമ്പോൾ കുറച്ച് കസ്റ്റമർമാർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലെ? കുറച്ച് ആൾക്കാരെ മാത്രം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പം രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം പോയി 10-20 വീടുകളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ ഓൺലൈൻ മാർക്കറ്റിങ്ങിനാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരെ കാണാം. എനിക്ക് വരുന്ന കോൺടാക്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിടയ്ക്ക് മഹാരാഷ്ട്ര
മഹാരാഷ്ട്രയിലോട്ട് ഞാൻ പ്രൊഡക്റ്റ് കയറ്റിവിട്ട് ഈ ഓൺലൈൻ വഴി. പിന്നെ ബാംഗ്ലൂർ എനിക്ക് റിക്വയർമെന്റ് വന്നു. ഇപ്പൊ യു പി എന്നൊരു വന്നിട്ടുണ്ട്. ഞാൻ വാട്സാപ്പ് എടുത്തപ്പോൾ കാണിക്കാൻ മറന്നുപോയി. യു പി എന്നൊരു ഇത് വന്നിട്ടുണ്ട് വുമണിന്റെ. അങ്ങനെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നോർമൽ മാർക്കറ്റിംഗിൽ ഏരിയ സ്പേസ് ലിമിറ്റ് കാണും. നമുക്കിപ്പോ യാത്ര ചെയ്യുന്നതിന് പരിധിയാണ് അല്ലെ, ഏരിയ ലിമിറ്റുകൾ കാണും. നമ്മളിപ്പോ ഇന്ന് പോയി കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറിനുള്ളിൽ അവിടെ ചെല്ലും. എങ്കിലും നമുക്ക് സമയവും ലൊക്കേഷനൊക്കെ നമുക്ക് പരിധിയുണ്ട് പോകുന്നതിന്. പിന്നെ ഇവിടെ നമുക്ക് പരിധിയില്ല, നോ ലിമിറ്റ്, ഏരിയ ലിമിറ്റ് ഇല്ല, നോ ഏരിയ ലിമിറ്റ്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് കോടി നമ്മൾ നിശ്ചയിക്കുന്ന രീതിയിൽ നമുക്കത് ചാർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര രൂപയ്ക്കാണോ അത് റൺ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചെല്ലുകയും ചെയ്യും. പിന്നെ ലോസ് ഓഫ് എനർജി, നമുക്ക് എനർജി നഷ്ടമാവും അല്ലെ. നമ്മൾ കൂടുതൽ ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും നമുക്കിപ്പം പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ മീറ്റിങ്ങുകൾ എടുക്കുമ്പോൾ നമുക്ക് എനർജി ലോസ് ആവും. പക്ഷെ ഇവിടെ എനർജി ലോസ് വരുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്രൊഡക്റ്റ് ആൾക്കാർ കാണുമ്പോൾ തന്നെ അവർക്ക് അതിന്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. അവർക്ക് ഉടനെ തന്നെ അവർക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും ഇങ്ങോട്ട്. അപ്പൊ നമുക്ക് അതിന്റെ വേണ്ട രീതിയിൽ റിപ്ലൈ കൊടുക്കാം. ഇപ്പൊ ഇങ്ങനെ ഡിലേ വരാൻ സാധ്യതയുണ്ട് അല്ലെ. നമുക്ക് ഇത് ചെയ്യുമ്പോൾ, നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നോർമൽ ആയിട്ടുള്ള മാർക്കറ്റിംഗിൽ ഡിലേ വരും. നമുക്ക് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് ഇപ്പൊ മഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എത്തിച്ചേരാൻ പാട് വരും. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പാട് വരും. നമ്മൾ വേണ്ട രീതിയിൽ ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് അവിടെ പ്ലാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കറക്റ്റ് സമയത്ത് തീരണമെന്നില്ല. നമുക്ക് അടുത്ത സ്ഥലത്ത് ചെല്ലാൻ വേണ്ടി ഡിലേ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഡിലേ വരില്ല. സ്പോട്ടിൽ തന്നെ നമുക്ക് ഇപ്പം വാട്സപ്പ് ആണെങ്കിൽ അല്ലെ ഫോൺ കോൾ വരെ ഈ ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് വരും. ഫോൺ വിളിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ വിളിച്ചവരെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ. വാട്സപ്പിൽ ഇതുപോലെ സൂം മീറ്റിങ്ങുകൾ എടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഒരാളെ കാണണം, അദ്ദേഹത്തിന്റെ വീട് ഇപ്പം കോഴിക്കോടോ മലപ്പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന സൂമിൽ ജോയിൻ ചെയ്തിട്ട് അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറ്റും. ഡിലേ വരത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് സംഭവം ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാവലിംഗ് കോസ്റ്റ് കൂടുതലാണ്. ഇപ്പൊ ഞാനിപ്പോ മഹാരാഷ്ട്രയ്ക്ക് പ്രൊഡക്റ്റ് കയറ്റിവിട്ടെന്ന് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല. ബാംഗ്ലൂർ കയറ്റിവിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും ചിലവുണ്ടായിരുന്നു. കൊറിയർ ചാർജ് വരെ അദ്ദേഹം തന്നു. അദ്ദേഹം പ്രൊഡക്റ്റ് കണ്ടു. ഞാൻ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് അർജുൻ സാറിന് മേടിച്ചു കൊടുത്തു. അങ്ങനെ എനിക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നില്ല. ഞാൻ മഹാരാഷ്ട്രക്ക് ട്രാവൽ ചെയ്ത് അദ്ദേഹത്തിനെ പോയി കണ്ട് ഇത് ചെയ്യാറുണ്ടെങ്കിലും ട്രാവലിംഗ് കോസ്റ്റ് വലുതായിരിക്കും അല്ലെ. നമ്മളിപ്പം ബാംഗ്ലൂർ പോയി ചെയ്യണമെങ്കിൽ ഇവിടുന്ന് അവിടെ വരെ യാത്ര ചെയ്ത് പോകണമെങ്കിൽ ട്രാവലിംഗ് കോസ്റ്റ് കൂടുതലായിരിക്കും അല്ലെ. ഇപ്പൊ ഇവിടെ ട്രാവലിംഗ് കോസ്റ്റ് വരുന്നില്ല, ട്രാവലിംഗ് കോസ്റ്റ് കുറവായിരിക്കും. ട്രാവലിംഗ് കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം വരുന്നില്ല. അതാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് ഒരു ബെനിഫിറ്റ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നോർമൽ മാർക്കറ്റിംഗിന്റെ പോസിറ്റീവും ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ ഒരു നെഗറ്റീവും ആണ് പറയുന്നത്. നമുക്ക് ഈ ഓൺലൈൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കസ്റ്റമർക്ക് ഇപ്പൊ പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അവർക്ക് ടച്ച് ചെയ്യാൻ പറ്റും അല്ലെ. അവർക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇപ്പം ഒരു സോപ്പിന്റെ വെയിറ്റ്, ഇപ്പം നമ്മുടെ 10 രൂപയുടെ സോപ്പിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്ത് കിട്ടുന്നതിനെക്കാട്ടും വെയിറ്റ് കൂടുതലാണ്. അത് നമുക്ക് കയ്യിലേക്ക് എടുത്ത് വെച്ച് കഴിയുമ്പോൾ മാത്രമേ കസ്റ്റമർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും അവർക്ക് ടച്ച് ചെയ്ത് നോക്കി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ഓൺലൈൻ മാർക്കറ്റിംഗിലാണെങ്കിലോ അവർക്ക് ഇതിന്റെ വെയിറ്റ് അറിയാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്ന മാത്രമേ അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് ഈ പ്രൊഡക്റ്റിന്റെ നിറങ്ങൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അവർക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനോ അവർ കയ്യിൽ പിടിച്ചു നോക്കാനോ ഒന്നും സാധിക്കത്തില്ല ഓൺലൈൻ മാർക്കറ്റിംഗിൽ. പിന്നെ ഇവിടെ നമുക്ക് വിശ്വാസം കൂടും. നമ്മൾ നേരിട്ട് ചെല്ലുന്നു, അടുത്ത ദിവസം നമ്മൾ നേരിട്ട് ചെല്ലുന്നു. അങ്ങനെ ചെല്ലുമ്പോൾ എപ്പോഴും കസ്റ്റമറായിട്ടൊരു റിലേഷൻ കാണും. അവർക്ക് വിശ്വാസം കൂടിക്കൊണ്ടിരിക്കും എപ്പോഴും. പക്ഷെ ഈ ഓൺലൈൻ മാർക്കറ്റിംഗിലോ അവിടെ വിശ്വാസം വേണ്ട രീതിയിൽ ഉണ്ടാകത്തില്ല, കുറവാന്നല്ലോ പറയുന്നത്. ചിലപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നും, ഇനി ഇയാളെന്നെ പറ്റിച്ചാലോ, ഓൺലൈൻ വരെയുള്ള സെയിലാണ് ഞാൻ പറയുന്നത്, ഇയാളെന്നെ പറ്റിച്ചാലോ എന്ന് തോന്നും. പിന്നെ നമുക്ക് കസ്റ്റമറുടെ ബിഹേവിയർ അറിയാൻ സാധിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ സൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാനിപ്പം എന്റെ വീഡിയോ ആരും കാണുന്നില്ല, ഞാനിപ്പോ എങ്ങനെയാ ഇരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പം നേരിട്ട് കാണുകയാണെങ്കിൽ, നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്റെ ഈ മുഖത്തിലെ എക്സ്പ്രഷനും എന്റെ കോൺഫിഡൻസും ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ ഓൺലൈൻ വഴി സൂം വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ ആണെങ്കിൽ സംസാരിക്കുന്നതെങ്കിൽ, അല്ലെ ഫോൺ കോൾ ചെയ്യുകയാണെങ്കിൽ പോലും എന്റെ എക്സ്പ്രഷനോ ഞാനിപ്പം കോക്കറി കാണിക്കുന്നുണ്ടെങ്കിലോ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ സൂമിലൂടെ ആണെങ്കിൽ ഞാൻ കോട്ടൊക്കെ ഇട്ടിരിക്കുന്നു, താഴെ ഞാൻ കൈലിമുണ്ട് കൊടുത്ത ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല അല്ലെ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റിംഗിൽ ഡയറക്റ്റ് നമ്മുടെ എക്സ്പ്രഷനും നമ്മുടെ ബോഡി ലാംഗ്വേജും ഒന്നും ഓൺലൈൻ മാർക്കറ്റിംഗിൽ അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ട്രസ്റ്റ് കൂടും, നമ്മുടെ വിശ്വാസം കൂടും, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ കോൺഫിഡൻസ് എല്ലാം അദ്ദേഹത്തിന്, കസ്റ്റമർക്ക് അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന ആൾക്ക് മനസ്സിലാകും. പിന്നെ അടുത്തത്
സോഷ്യൽ മീഡിയ ഫോളോ അപ്പ്, സോഷ്യൽ മീഡിയ വഴിയുള്ള ഫോളോ അപ്പിനെ കുറിച്ച് അടുത്ത പറയുന്നത്. നമ്മളിപ്പോ പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്തു. രണ്ട് ടൈപ്പ് ഫോളോ അപ്പ് ഉണ്ട്. ലേറ്റ് ഫോളോ അപ്പ് ഉണ്ട്, എയർലി ഫോളോ അപ്പ് ഉണ്ട്. ഇതിലൂടെ ഒരു ഫോളോ അപ്പും കൂടെ ഉണ്ട്, ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഫോളോ അപ്പ് ഉണ്ട്. അതും കൂടെ ഞാൻ പറയാം, അത് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയത്. ഇപ്പൊ ലേറ്റ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റ് കൊടുത്തു, ഇന്ന് പ്രൊഡക്റ്റ് കൊടുത്ത് ഒരു മാസം കഴിഞ്ഞിട്ട് വിളിച്ചു ചോദിക്കുക, സാറേ പ്രൊഡക്റ്റ് ഉപയോഗിച്ചായിരുന്നോ? അപ്പൊ അത് കസ്റ്റമർ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക്, ഞാൻ അതിനെ മേടിച്ചായിരുന്നു. അപ്പം അവർ മേടിച്ച കാര്യം പോലും അവർ മറന്നുപോകും. അതാണ് ലേറ്റ് ഫോളോ അപ്പ് എന്ന് പറയും. ഇപ്പം ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യമാണ് ലേറ്റ് ഫോളോ അപ്പ്. അപ്പൊ നമ്മൾ ഒരാളോട് ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് വിളിച്ചു ചോദിച്ചാൽ അയാൾ ഉപയോഗിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ ഈ ഒരു 2 ദിവസം, 48 മണിക്കൂറിനുള്ളിൽ ഇത് ഫോളോ അപ്പ് ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് ലേറ്റ് ഫോളോ അപ്പ് പാടില്ല. പിന്നെ എയർലി ഫോളോ അപ്പ്, നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുത്തു, അദ്ദേഹം നമ്മളെ കൊടുത്തിട്ട് ഇറങ്ങി 1 മണിക്കൂർ കഴിയുമ്പോൾ വിളിക്കുക, സാറേ ഇത് ഉപയോഗിച്ചോ? പെട്ടെന്നുള്ള ഫോളോ അപ്പാ അല്ലേ? അത് എന്താ പറയുക, അതും കറക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് അല്ലേ? ഒരു ദിവസം എങ്കിലും താമസം എടുത്ത് അടുത്ത ദിവസം അദ്ദേഹത്തെ വിളിക്കുക. പെട്ടെന്നുള്ള നേരത്തെ ഉള്ള ഫോളോ അപ്പ് പാടില്ല. എയർലി ഫോളോ അപ്പ് സോഷ്യൽ മീഡിയ വഴി ആണെങ്കിൽ, ഡയറക്റ്റ് ആണെങ്കിലും ഈ രണ്ടും പാടില്ല. പിന്നെ ഇറിറ്റേറ്റബിൾ ഫോളോ അപ്പ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തു, അദ്ദേഹത്തെ ഇപ്പൊ വിളിച്ചു, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു. അത് ഞാൻ ഇതിനെ താഴെ ഇട്ടില്ല, ഈ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഫോളോ അപ്പ്. അത് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. വീണ്ടും വിളിച്ചു, നാളെ രാവിലെ അദ്ദേഹം 6 മണിയാകുമ്പോൾ വിളിക്കുന്നു, 12 ആകുമ്പോൾ വിളിക്കുന്നു. അദ്ദേഹത്തിന് സൗകര്യം കൊടുക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുന്ന ഇറിറ്റേറ്റ് ചെയ്യുന്ന ഫോളോ അപ്പ് എന്ന് പറയും. അങ്ങനെ ഒരിക്കലും ഫോളോ അപ്പ് ചെയ്യാൻ പാടില്ല. ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഞാൻ ഒരു ദിവസമാണ് ഗ്യാപ്പ് വരുന്നത്, ഒരു ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ വിളിക്കും. എന്റെ കൂടെ ഉള്ളവർക്ക് അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. കഴിഞ്ഞ ദിവസം എനിക്കൊരു ആളെ കിട്ടി, വേറെ ഡയറക്ട് മാർക്കറ്റിങ്ങിനുള്ള ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കളുടെ ഫോളോ അപ്പ് പോരെന്ന് പറഞ്ഞു. അവര് ഫോളോ അപ്പ് ചെയ്യുന്ന ഞാൻ ഈ പറഞ്ഞ പോലെ ഇറിറ്റേറ്റബിൾ ഫോളോ അപ്പ് ചെയ്യുന്നു. അത് ചെയ്ത് ജോയിൻ ചെയ്യുന്ന പറഞ്ഞുള്ള ഫോളോ അപ്പ് ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഫോളോ അപ്പ് ചെയ്യാവുള്ളൂ. 48 മണിക്കൂറിനുള്ളിൽ ഫോളോ അപ്പ് ചെയ്തിരിക്കും. അതാണ് ഈ ഫോളോ അപ്പിന്റെ. പിന്നെ നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. നമ്മളിപ്പോൾ ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തു, നമ്മൾ ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കണം. അവരെപ്പോഴും വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം, നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കണം. ഓൺലൈൻ വഴിയുള്ള ഫോളോ അപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഇപ്പം മെസ്സേജ് അയച്ചു, ഞാനിപ്പോ ഈ ബിസിനസ് വാട്സപ്പ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് പോകും. അത് നമുക്ക് ബിസിനസ് വാട്സപ്പ് യൂസ് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. നോർമൽ വാട്സപ്പ് ആണെങ്കിൽ മെസ്സേജ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ പോകത്തില്ല. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും ഓൺലൈൻ അവൈലബിൾ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞ് 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ ഇരിക്കുക അല്ല പറഞ്ഞ്, നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ. പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യണം. നമുക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കുന്ന രീതിയിലായിരിക്കണം. പിന്നെ ടൈപ്പിംഗ് സ്പീഡ് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഫോണ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കൃത്യമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഫോളോ അപ്പ് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഒരു ഈച്ച എന്താ പറയണ്ടേ, മീൻ വിൽക്കുന്ന ത്രാസിൽ ഇരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിലയൊന്നും ഇല്ലല്ലേ? വല്ല വിലയുണ്ടോ? ഒരു ഈച്ച മീൻ ത്രാസിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു വിലയില്ല. പക്ഷെ അതേ മറിച്ച് ഒരു ഈച്ച സ്വർണം തൂക്കുന്നിടത്ത് പോയിരിക്കുകയാണെങ്കിലോ, ആ സ്വർണത്തിന്റെ വില 10,000 20,000 മുകളിലായിരിക്കും. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നമ്മൾ ആരുടെ കൂടെ ഇരിക്കുന്നോ, നമ്മൾ ഏത് ലീഡറിന്റെ കൂടെയാണോ നല്ല രീതിയിൽ ഇരിക്കുക, ആ ഇരിക്കുന്നിടം ഭദ്രമായിരിക്കുക, ലീഡറിന്റെ സപ്പോർട്ടുകൾ മേടിക്കുക, നമ്മൾ സ്വർണത്തിലിരിക്കാൻ ശ്രമിക്കുക, നമ്മൾ സ്വർണമായി മാറാൻ ശ്രമിക്കുക. നമ്മുടെ വില അപ്പൊ കൂടും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബ്രാൻഡ് എന്താണ്? ബ്രാൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളില്ലാത്തപ്പോൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്നതാണ് ബ്രാൻഡ്. ഇപ്പം അർജുൻ സാർ ഇല്ലാത്തപ്പോൾ അർജുൻ സാറിനെ കുറിച്ച് മറ്റുള്ളവർ എന്താണ് സംസാരിക്കുന്നത്, ഞാനില്ലാത്തപ്പോൾ എന്താണോ എന്നെ കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്നത്, അതാണ് ബ്രാൻഡ്. നമ്മളൊരു ബ്രാൻഡായി തീരാൻ വേണ്ടി തീരുക, ആസിമിൽ ഒരു ബ്രാൻഡാക്കി മാറ്റുക. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു. ജയ് ആസിയം, ജയ് ഹിന്ദ്. യെസ്.